ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഓഗസ്റ്റ് 17, ഒന്നാമത്തെ വായനാഭാഗം 1 രാജാക്കന്മാർ 12-ാം അധ്യായം. ഇവിടെ ഇപ്പം രഹബയാം രാജാവായി എന്ന് നമ്മൾ വായിച്ചു. എന്നാൽ രഹബയാമിനെ രാജാവാക്കേണ്ടതിന് എല്ലാ ഇസ്രായേലും ശേഖേമിൽ വന്നിരുന്നതുകൊണ്ട് അവനും ശേഖേമിൽ ചെന്നു. അതോടൊപ്പം തന്നെ ഈ നെബാത്തിൻ്റെ മകനായ യൊരോബയാമുണ്ടല്ലോ, അഹിയ പ്രവാചകൻ 10 ഗോത്രം നിനക്ക് തന്നിരിക്കുന്നുവെന്ന് പറയപ്പെട്ടവൻ, അവനും ഈ വിവരം അറിഞ്ഞിട്ട് അവിടെ ഇസ്രായേൽ ജനം എല്ലാവരും കൂടെ വന്നു. അപ്പം അവിടെ വന്ന് സംസാരിച്ചിട്ട് രഹബയാമിനോട് യൊരോബയാം പറഞ്ഞു, നിൻ്റെ അപ്പൻ ഞങ്ങളുടെ മേൽ വലിയ ഭാരമുള്ള നുകമാണ് ഞങ്ങൾ കയറ്റി വെച്ചിരുന്നത്. വലിയ കഠിന വേലയും ഞങ്ങളുടെ മേൽ വെച്ചിരുന്ന ഭാരമുള്ള നുകവും ഭാരമൊക്കെ ഒന്ന് കുറച്ചു തരണം, ജീവിതഭാരം കുറച്ചു തരണമെന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കാം. ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വരുവിൻ എന്ന് പറഞ്ഞവർ വിട്ടു. അപ്പം ആലോചന ചോദിക്കാൻ രഹബയാം അവിടെ വൃദ്ധന്മാരായ പ്രായമുള്ള ആളുകളോട് ആലോചന ചോദിച്ചു. അപ്പം അവർ പറഞ്ഞത് ശരിയാണ്, അവർ പറയുന്നത് ന്യായമായി കേൾക്കേണ്ടതാണ്. അവരുടെ ഭാരങ്ങളൊക്കെ ലഘൂകരിച്ച് അവരുടെ ജീവിതഭാരം കുറച്ചു കൊടുത്താൽ അവരെന്നും നിനക്ക് ദാസന്മാരായിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ കൂടെ വളർന്ന ചെറുപ്പക്കാരോടും രഹബയാം ഇതേ ആലോചന ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ ചെറുവിരൽ എൻ്റെ അപ്പൻ്റെ അരയേക്കാൾ വണ്ണമുള്ളതായിരിക്കും. എൻ്റെ അപ്പൻ നിങ്ങളുടെ മേൽ ഭാരമുള്ള നുകം വച്ചിരിക്കെ ഞാൻ നിങ്ങളുടെ നുഖത്തിന് ഭാരം കൂട്ടും. എൻ്റെ അപ്പൻ നിങ്ങളെ ചമ്മട്ടി കൊണ്ട് ദണ്ഡിപ്പിച്ചു, ഞാനോ തേളുകളെ കൊണ്ട് നിങ്ങളെ ദണ്ഡിപ്പിക്കും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ യൊരോബയാമും ജനവും രണ്ടാമത് വീണ്ടും വന്നു. അതായത് 3 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞല്ലോ. അങ്ങനെ വന്നപ്പോൾ ഈ പ്രായമുള്ളവരുടെ വൃദ്ധന്മാരുടെ ആലോചന അല്ല രഹബയാം ഈ ജനത്തോടും യൊരോബയാമിനോടും പറയുന്നത്, മറിച്ച് തൻ്റെ കൂടെ വളർന്ന ചെറുപ്പക്കാരുടെ ആലോചനയായ അവർക്കെതിരായ കഠിനമായ കാര്യമാണ് അവരോട് പറയുന്നത്. അപ്പം അവിടെ അങ്ങനെ ജനത്തിൻ്റെ അപേക്ഷ കേൾക്കുന്നില്ല. അപ്പം ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. യഹോവ ശീലോന്യനായ അഹിയാവ് മുഖാന്തരം നെബാത്തിൻ്റെ മകനായ യൊരോബയാമിനോട് അരുളി ചെയ്ത വചനം നിവൃത്തിയാകേണ്ടതിന് ഈ കാര്യം യഹോവയുടെ ഹിതത്താൽ സംഭവിച്ചു. അപ്പോൾ നേരത്തെ പറഞ്ഞില്ല, 10 ഗോത്രം നിനക്ക് തരുന്നു, എന്നാൽ ഒരു ഗോത്രം എപ്പോഴും ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ഞാൻ മാറ്റിക്കളയില്ല, അതുണ്ടായിരിക്കുമെന്ന്. താഴോട്ട് നമ്മൾ വായിക്കും, യഹൂദ നഗരങ്ങളിൽ പാർത്തിരുന്ന ഇസ്രായേലർക്കോ രഹബയാം രാജാവായി തീർന്നു. മറ്റവരെല്ലാം പിരിഞ്ഞുപോയി. അവർ പറഞ്ഞത്, ദാവീദിങ്കൽ ഞങ്ങൾക്ക് ഇനി ഓഹരിയൊന്നുമില്ല, ഇശായിയുടെ മകങ്കൽ ഞങ്ങൾക്ക് അവകാശവുമില്ല. ഇസ്രായേലെ, നിങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പൊയ്ക്കൊള്ളുവിൻ, ദാവീദെ നിൻ്റെ ഗ്രഹം നോക്കിക്കൊള്ളുക എന്ന് പറഞ്ഞിട്ടാണ് യൊരോബയാമൊക്കെ അവിടുന്ന് പോകുന്നത്. പുറകെ ഈ രഹബയാം രാജാവ് ഊഴിയവേലയ്ക്ക് മേൽവിചാരകനായ അദോരാമിനെ അയച്ചു. പക്ഷേ ബാക്കി ഇസ്രായേലെല്ലാം ഈ അദോരാമിനെ കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞു. രഹബയാം കൂടെ ഉണ്ട്. അപ്പോൾ രഹബയാം പക്ഷേ പേടിച്ചിട്ട് വേഗത്തിൽ രഥം കയറി യെരുശലേമിലേക്ക് തിരിച്ചോടിപ്പോന്നു. അങ്ങനെ ആ കാലം മുതൽ ഈ യഹൂദ ഗോത്രവും ബാക്കിയുള്ള ഗോത്രങ്ങളും തമ്മിൽ ഒരു മത്സരം നിലവിൽ വന്നു എന്നാണ്. യൊരോബയാം മടങ്ങി വന്നു എന്ന് ഇസ്രായേലൊക്കെയും കേട്ടപ്പോൾ അവർ ആളയച്ച് അവനെ സഭയിലേക്ക് വിളിച്ച് അവനെ എല്ലാ ഇസ്രായേലിനും രാജാവാക്കി. അപ്പോൾ അങ്ങനെ സംഭവിച്ചു. അവിടെ 2 രാജ്യമായി. യഹൂദ ഗോത്രത്തിന് രഹബയാം രാജാവും ഇപ്പോൾ ബാക്കിയുള്ള ഇസ്രായേലിനെല്ലാം യൊരോബയാം രാജാവായും തീർന്നു. യഹൂദ ഗോത്രമല്ല, ദാവീദിൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. ബാക്കി എല്ലാ ഗോത്രങ്ങളും അപ്പുറത്തായി. അവിടെ നിന്ന് എല്ലാവരെയും രഹബയാമിന് വീണ്ടുകൊള്ളുന്ന യഹൂദ ഗോത്രം മുഴുവനും അവന് ബെന്യാമീൻ ഗോത്രത്തിൽ നിന്നും ശ്രേഷ്ഠ യോദ്ധാക്കളെ 1,80,000 പേരെ ശേഖരിച്ചു. അപ്പോൾ ഈ ശേഖരിച്ചത് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാനാണ്. പക്ഷേ ദൈവപുരുഷനായ ശെമയ്യാവ് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായിട്ട് രഹബയാമിനോട് വന്ന് പറഞ്ഞു, നീ ശലോമോൻ്റെ മകനായി യഹൂദ രാജാവായ രഹബയാമിനോടും യഹൂദയോടും
യഹൂദായുടെയും ബെന്യാമീൻ്റെയും സകല ഗൃഹത്തോടും ശേഷം ജനത്തോടും പോയി പറയാൻ വേണ്ടി പറയുന്നത്, നിങ്ങൾ പുറപ്പെടരുത്, നിങ്ങളുടെ സഹോദരന്മാരായ ഇസ്രായേൽ മക്കളോട് യുദ്ധം ചെയ്യുകയും വരുത്, ഓരോരുത്തൻ താൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുക. ഈ കാര്യം ദൈവത്തിൻ്റെ ഹിതത്താൽ, എൻ്റെ ഹിതത്താൽ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഇതനുസരിച്ച് ആ ശമയാവ് എന്ന ദൈവപുരുഷൻ പറഞ്ഞതനുസരിച്ച് അവർ പിന്നെ യുദ്ധത്തിന് പുറപ്പെട്ടില്ല. അവർ യഹോവയുടെ അരുളപ്പാട് അനുസരിച്ചു. അപ്പോൾ അവർ ദൈവത്തെ അറിയുന്ന ജനമാണല്ലോ. എന്നാൽ യൊരോബെയാം എഫ്രൈം മലനാട്ടിൽ ശേഖയം പണിത് അവിടെ പാർത്തു, പെനുവേൽ പണിതു. യൊരോബെയാമിൻ്റെ ഒരു ചിന്തയിൽ രാജ്യത്വം വീണ്ടും ദാവീദ് ഗൃഹത്തിനായിപ്പോകും എന്നുള്ള ഒരു ചിന്തയാൽ ഇയാൾ ജനത്തോട് ഒരു വലിയ തെറ്റ് ദൈവത്തോടും ജനത്തോടും ചെയ്യുകയാണ്. പൊന്നുകൊണ്ട് 2 കാളക്കുട്ടി ഉണ്ടാക്കി. ഒന്നിനെ ബഥേലിലും മറ്റതിനെ ദാനിലും പ്രതിഷ്ഠിച്ചു. 2 അറ്റത്താണ്. ഈ ഇസ്രായേൽ രാജ്യത്തിൻ്റെ തെക്കേ അറ്റത്ത് ബഥേൽ, തെക്കേ അറ്റ ഭാഗത്ത് ബഥേലിലും വടക്കേ ഭാഗം ദാനിലും ഓരോ കാളക്കുട്ടിയെ ഉണ്ടാക്കി. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇതാണ് നമ്മളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന ദൈവം. ഇത് വലിയൊരു പാപഹേതുവായി, ഒരു വലിയ ജനത്തെ. അപ്പം യൊരോബെയാമിനോട് പറയുന്നത് എന്താണ്? നീ എന്നെ അനുസരിച്ച് ജീവിച്ചാൽ നിനക്ക് ഒരിക്കലും ഒരു മകൻ നിൻ്റെ രാജാസനത്തിൽ ഉണ്ടാകാതിരിക്കുകയില്ല. എന്നും നിനക്ക് ഇവിടെ നിൻ്റെ മക്കളുടെ മക്കളുടെ മക്കൾ രാജാവായി തന്നെ ഇരിക്കും എന്നാണ് യൊരോബെയാമിനോട് അഹിയ പ്രവാചകൻ പറയുന്നത്. പക്ഷേ അവിടെ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ, അധികം കാലമെടുക്കാതെ തന്നെ, ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തന്നെ യൊരോബെയാം ആ കൽപ്പന തെറ്റിച്ച് കളയാണ്. എന്നിട്ട് മാത്രമല്ല, ഈ ഒരു വലിയ അസംഖ്യം ജനത്തെ, 10ഓളം ഗോത്രങ്ങളെ, 10 ഗോത്രങ്ങളുടെ ജനത്തെയും വഴിതെറ്റിക്കുന്നു. അവർക്ക് യെരുശലേമിലേക്ക് പോയത് മതി. അപ്പോൾ യെരുശലേമിലേക്ക് പോയി യെരുശലേമിനുമായിട്ട് ബന്ധമുണ്ടായി, അവിടുത്തെ യഹൂദ ജനങ്ങളുമായിട്ട് ബന്ധമുണ്ടായി. ഇവർ യെരുശലേം ദേവാലയം അവിടെ ആയതുകൊണ്ട് ആ ഒരു ലിങ്ക് വേണ്ട. പൂർണ്ണമായും ആ ജനവുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കി തൻ്റെ രാജ്യത്വം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ചെയ്ത ഒരു ഗൂഢ പരിപാടിയാണ് ഇത്. എന്നിട്ട് ജനം ഓരോന്നിൻ്റെ മുമ്പിൽ നമസ്കരിക്കാൻ ഈ ദാനിലും ബഥേലിലും ഒക്കെ പോയി വൻ പൂജാഗിരി ക്ഷേത്രങ്ങളെ ഉണ്ടാക്കി ലേവ്യരല്ലാത്ത പുരോഹിതന്മാരെ നിയമിച്ചു. അപ്പം യഹൂദായിൽ ആചരിച്ച ഉത്സവം പോലെ യൊരോബെയാം 8-ാം മാസം 15-ാം തീയതി ഒരു ഉത്സവം നിശ്ചയിച്ചു. യാഗപീഠത്തിൽ ചെന്ന് താൻ ഉണ്ടാക്കിയ കാളക്കുട്ടികൾക്ക് യാഗം കഴിക്കേണ്ടത് ബഥേലിലും അങ്ങനെ തന്നെ ചെയ്തു. ബഥേലിലും ദാനിലും ഇതൊക്കെ ചെയ്ത് ദൈവത്തിന് ഏറ്റവും പ്രസാദകരമല്ലാത്ത, ഏറ്റവും വിരോധമായ, ഏറ്റവും കോപമുണ്ടാക്കുന്ന ഒരു കാര്യം ഇവിടെ അത് ചെയ്തു. ഇത് ഇവർക്ക് പാപഹേതുവായി തീർന്നു. അപ്പോൾ ഈ നെബാത്തിൻ്റെ മകനായ യൊരോബെയാം എന്ന് പല സ്ഥലങ്ങളിലും ദൈവം ആവർത്തിച്ച് ഈ പുസ്തകത്തിൽ ഇതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ജനത്തെ തന്നെ തെറ്റിച്ച് കളഞ്ഞ ഒരുവൻ എന്ന നിലയിൽ വലിയ തെറ്റുകാരനായി മാറുകയാണ്, പാപിയായി മാറുകയാണ് ഇവിടെ യൊരോബെയാം. 2-ാമത്തെ വായനാഭാഗം യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 38-ാം അധ്യായം. അപ്പോൾ ഈ യിരെമ്യാ പ്രവാചകൻ തുടർന്നും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ സംസാരിച്ച് കേൾക്കുന്ന കാര്യങ്ങൾ ഇതാണ്: ഈ നഗരത്തിൽ പാർക്കുന്നവൻ വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കും. കൽദയരുടെ അടുക്കൽ ചെന്ന് ചേരുന്നവനോ ജീവനോടെ ഇരിക്കും. അവൻ്റെ ജീവൻ അവന് കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും. അവൻ ജീവനോടെ ഇരിക്കും എന്ന് ദൈവം യഹോവ അരുളി ചെയ്യുന്നു. ഇതാണ് പറയുന്നത്. ഈ നഗരം നിശ്ചയമായി ബാബേൽ രാജാവിൻ്റെ സൈന്യത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവൻ അതിനെ പിടിക്കും. ഇതും പറയുകയാണ്. അപ്പം അവിടെ ഉണ്ടായിരുന്ന ശെഫത്യാവ്, ഗദല്യാവ്, യൂഖല്, പശൂര്, ഇവരൊക്കെ ഇത് കേട്ടിട്ട്, അവരൊക്കെ പ്രഭുക്കന്മാരാണ്, രാജാവിനോട് പോയി പറയുകയാണ്, ഈ മനുഷ്യൻ നഗരത്തിൽ ശേഷിച്ചിരിക്കുന്ന പടയാളികൾക്കും സർവ്വജനത്തിനും ഇങ്ങനെയുള്ള വാക്ക് പറഞ്ഞ് ധൈര്യക്ഷയം വരുത്തുന്നുണ്ട്. അപ്പോൾ അത് ആളുകളുടെ ധൈര്യം കെടുത്തിക്കളയാണ്. അതുകൊണ്ട് അവനെ കൊന്നുകളയണം. ഈ മനുഷ്യൻ ജനത്തിൻ്റെ നന്മയല്ല, തിന്മയാണ് അന്വേഷിക്കുന്നത്. ജനത്തിന് തിന്മ വരണമെന്നാണ് അയാൾ ആഗ്രഹിക്കുന്നത്. സിദെക്കീയ പറഞ്ഞു, ഇതാ അവൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്നു, നിങ്ങൾക്ക് വിരോധമായി ഒന്നും ചെയ്യുവാൻ രാജാവിന് കഴിവില്ലല്ലോ. അവർ യിരെമ്യാ പ്രവാചകനെ പിടിച്ച് കാവൽപ്പുരമുറ്റത്ത് ഒരു കുഴിയിലിറക്കി. കുഴിയെന്ന് ചേർ പൊട്ടക്കിണർ പോലത്തെ കുഴി, അതിനകത്ത് ഇറക്കി. കയർ കൊണ്ട് അവരെ കെട്ടിയിറക്കി. അതിനകത്ത് ചെളിയായിരുന്നു, വെള്ളമില്ലായിരുന്നു. യിരെമ്യാവ്
ചെളിയിൽ താണു. അവർ ഇരമ്യാവെ കുഴിയിലിട്ടിട്ട് പോയി കളഞ്ഞു. പക്ഷേ കൂശിനായ ഒരു ഷണ്ടൻ അവിടെ ഉണ്ടായിരുന്നു, ഏബത് മെലക്ക് എന്ന് പറഞ്ഞിട്ട്. അത് രാജാവിൻ്റെ അടുത്ത് പോയി അദ്ദേഹം പറഞ്ഞു, രാജാവ്, ഈ മനുഷ്യർ ഇരമ്യാ പ്രവാചകനോട് ചെയ്തതൊക്കെയും അന്യായമാണ്. അവരവനെ കുഴിയിലിട്ട് കളഞ്ഞു. അതിനകത്ത് അപ്പമൊന്നും ഇല്ലാതെ അവിടെ കിടന്ന് പട്ടിണി കിടന്ന് ചാവും. രാജാവ് ഏബത് മെലക്കിനോട് പറഞ്ഞു, നീ ഇവിടെ നിന്ന് ഒരു 30 ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് ഇരമ്യാ പ്രവാചകൻ മരിക്കും മുമ്പേ അവനെ കുഴിയിൽ നിന്ന് കയറ്റിക്കൊള്ളാൻ പറയും. അങ്ങനെ ഏബത് മെലക്ക് ആളുകളൊക്കെ കൂട്ടിച്ചെന്ന് പഴംതുണിയും കീറ്റത്തുണികളും കയറും ഒക്കെ കൊണ്ടുപോയി ആ തുണിക്കണ്ടങ്ങളൊക്കെ ഇറക്കി കൊടുത്തു. അത് ഈ കക്ഷത്ത് ഒക്കെ വെച്ച് അതിൻ്റെ പുറത്ത് കയറിട്ട് വലിച്ചു കയറ്റി സിദക്കിയാവിനെ. അതിനുശേഷം സിദക്കിയാവ് അപ്പോൾ അങ്ങനെ വീണ്ടും കാവൽപ്പുര മുറ്റത്ത് പാർക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് സിദക്കിയാവ് ഇരമ്യാ പ്രവാചകൻ ആളയച്ചു വീണ്ടും വരുത്തി. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കുന്നു, എന്നോടൊന്നും മറച്ചു വയ്ക്കരുത്. അപ്പോൾ സിദക്കിയാവ് തിരിച്ച് മറുപടി പറഞ്ഞു, ഞാനത് ബോധിപ്പിച്ചാൽ നീ എന്നെ കൊല്ലുകയില്ലേ? ഞാനൊരു ആലോചന പറഞ്ഞാൽ എൻ്റെ വാക്ക് നീ കേൾക്കുകയില്ലോ? സിദക്കിയാവ് പറഞ്ഞു, ഈ പ്രാണനെ സൃഷ്ടിച്ചു തന്ന യഹോവയാണ്, ഞാൻ നിന്നെ കൊല്ലുകയില്ല. നിനക്ക് ഞാൻ പ്രാണഹാനിയൊന്നും വരത്തില്ല, നീ പറയും. അങ്ങനെ ഇരമ്യാവ് സിദക്കിയാവോട് പറഞ്ഞു, ദൈവമായ യഹോവ ഇങ്ങനെയാണ് പറയുന്നത്, ബാബേൽ രാജാവിൻ്റെ പ്രഭുക്കന്മാരുടെ അടുക്കൽ, അതായത് ഇവിടേക്ക് യുദ്ധം ചെയ്തു വരുന്ന കൽദയ രാജാവ് അല്ലെങ്കിൽ ബാബേൽ രാജാവിൻ്റെ പ്രഭുക്കന്മാരൊക്കെയാണല്ലോ വരുന്നത്. അവരുടെ അടുക്കലോട് നീ ചെന്നാൽ നിനക്ക് പ്രാണരക്ഷ ഉണ്ടാവും. നീ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പോവോ അവരെ യുദ്ധം ചെയ്യാൻ പോയാൽ നിനക്ക് നാശം. ഈ നഗരത്തെ തീ വെച്ച് ചുട്ടുകളയുകയില്ല. അങ്ങനെ ചെയ്താൽ നീ അങ്ങോട്ട് പോകണം, അങ്ങോട്ട് പോയി അവർക്ക് കീഴടങ്ങണമെന്ന് അർത്ഥമാണ് ഈ പറയുന്നത്. നീ നിൻ്റെ ഗ്രഹവും ജീവനോടിരിക്കും. നീ ബാബേൽ രാജാവിൻ്റെ പ്രഭുക്കന്മാർക്ക് അടുക്കൽ പുറത്ത് ചെല്ലാഞ്ഞാലോ ഈ നഗരം കൽദയരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവർ അതിനെ തീ വെച്ച് ചുട്ടുകളയും. നീ അവരുടെ കയ്യിൽ നിന്ന് തെറ്റി ഒഴിയുകയുമില്ല. തിരിച്ച് രാജാവ് പറഞ്ഞു, കൽദയർ എന്നെ അവരുടെ പക്ഷം ചേർന്നിരിക്കുന്ന യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കുകയും അവർ എന്നെ അവമാനിക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പം ഇരമ്യാ പറഞ്ഞു, ഇല്ല, അവരങ്ങനെ നിന്നെ ഏൽപ്പിക്കില്ല. ഞാൻ ബോധിപ്പിക്കുന്ന യഹോവയുടെ വചനം കേൾക്കണമേ, എന്നാൽ നിനക്ക് നന്നായിരിക്കും, നിനക്ക് പ്രാണരക്ഷ ഉണ്ടാകും. പുറത്തു ചെല്ലാൻ നിനക്ക് മനസ്സില്ലെങ്കിലോ? യഹോവ വെളിപ്പെടുത്തി തന്ന അരുളപ്പാട് ഇതാണ്, യഹൂദ രാജാവിൻ്റെ അരമനയിൽ ശേഷിച്ചിരിക്കുന്ന സകല സ്ത്രീകളും പുറത്ത് ബാബേൽ രാജാവിൻ്റെ പ്രഭുക്കന്മാരുടെ അടുക്കൽ പോകേണ്ടി വരും. നിന്റെ ചങ്ങാതിമാർ നിന്നെ വശീകരിച്ച് തോൽപ്പിച്ചു, നിന്റെ കാൽ ചെളിയിൽ താണപ്പോൾ പിന്മാറിക്കളഞ്ഞു എന്ന് അവർ പറയും. നിന്റെ സകല ഭാര്യമാരെയും മക്കളെയും പുറത്ത് കൽദയരുടെ അടുക്കൽ കൊണ്ടുപോകും. നീയും അവരുടെ കയ്യിൽ നിന്ന് ഒഴിയാതെ ബാബേൽ രാജാവിൻ്റെ കയ്യിൽ അകപ്പെടും. ഈ നഗരത്തെ അവർ തീ വെച്ച് ചുട്ടുകളയുന്ന നീ ഹേതുവായി തീരും. നീ കാരണമായിരിക്കും അത് സംഭവിക്കുന്നത്. നീ രാജാവാണല്ലോ. എന്നിട്ട് ഇരമ്യാവോട് പറയാൻ, ഈ കാര്യം ആരും അറിയണ്ട, ആരോടും പറയരുത്, നമ്മൾ തമ്മിൽ അറിഞ്ഞിരുന്നാൽ മതി ഈ സംസാരിച്ച കാര്യങ്ങൾ. എന്തായാലും നീ മരിക്കുകയില്ല. ഞാൻ നിന്നോട് സംസാരിച്ച പ്രകാരം പ്രഭുക്കന്മാർ കേട്ടിട്ട് നിൻ്റെ അടുക്കൽ വന്ന് നീ രാജാവിനോട് എന്ത് സംസാരിച്ചു എന്ന് ചോദിച്ചാൽ യോനാഥാൻ്റെ വീട്ടിൽ കിടന്ന് മരിക്കാതെ ഇരിക്കേണ്ടതിന് എന്നെ വീണ്ടും അവിടെ അയക്കരുതേ എന്ന് നീ എന്നോട് ബോധിപ്പിച്ചതാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയും. അപ്പം അതുപോലെ തന്നെ പ്രഭുക്കന്മാരെ ചോദിക്കും, എന്തായിരുന്നു സംഭവം എന്ന്. അപ്പോൾ ഇതുപോലെ തന്നെ മറുപടി പറഞ്ഞു. ഈ യെരൂശലേം പിടിക്കുന്ന നാൾ വരെ ഇരമ്യാവ് കാവൽപ്പുര മുറ്റത്ത് തന്നെ പാർക്കുകയും ഈ യെരൂശലേം പിടിച്ചപ്പോഴും ഈ ഇരമ്യാ പ്രവാചകൻ കാവൽപ്പുര മുറ്റത്ത് തന്നെ ആയിരുന്നു എന്നുമാണ് വായിച്ച് ഈ 38 അധ്യായം അവസാനിക്കുന്നത്. മൂന്നാമത്തെ വായനാഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം. മറ്റൊരു ദിവസം യേശുക്രിസ്തു ഉപമകളാൽ അവരോട് പല കാര്യങ്ങളും പറഞ്ഞു. അതിലൊരു കാര്യം, അവൻ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കിയ ഒരു മനുഷ്യനെക്കുറിച്ച് പറയുകയാണ്. ആ മനുഷ്യൻ പരദേശത്ത് പോയി, എന്നിട്ടത് കുടിയന്മാരെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് ആ സ്ഥലം നോക്കാൻ. കൃഷി അവിടെയൊക്കെ ഉണ്ട്, മുന്തിരിത്തോട്ടമുണ്ട്. അതിൽ വേലി കെട്ടി നടുക്ക് ചക്കും കുഴിച്ചു നാട്ടി ഗോപുരമൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. എന്നിട്ടാണിത് കുടിയാന്മാരെ ഏൽപ്പിക്കുന്നത്. കുറേ കാലം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പം ഒരു ദാസനെ അയച്ചിട്ട് അതിൻ്റെ അനുഭവം അത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കുടിയാന്മാരെ ഏൽപ്പിച്ചാൽ കുടിയാന്മാർ അതിൻ്റെ കണക്ക് ബോധിപ്പിച്ച് ആ പണം അവർക്ക് എടുക്കാനുള്ളതൊക്കെ എടുത്തിട്ട് ബാക്കി കൊടുക്കണമല്ലോ. അപ്പം അങ്ങനെ അതിൻ്റെ ഉടമസ്ഥനെ കൊടുക്കണം. പാട്ടത്തിന് കൊടുത്താൽ പാട്ടം
പിരിവ് അല്ലെങ്കിൽ പാട്ടഫലം അനുഭവിക്കേണ്ട ഉടമസ്ഥരാണ്. അപ്പോൾ അത് കൊടുക്കാൻ അതിൻ്റെ വാങ്ങിക്കാനാണ് ഇപ്പം ദാസൻ വന്നിരിക്കുന്നത്. അപ്പോൾ ദാസൻ എന്ത് ചെയ്യുന്നറിയാമോ, അവർ അവിടെ പിടിച്ച് തല്ലി അയച്ചു, ഒന്നും കൊടുത്തുമില്ല. വേറൊരു ദാസനെ അയച്ചു. അവരാണെങ്കിൽ അയാളെ തലയിൽ മുറിവേൽപ്പിച്ച് അപമാനിച്ചൊക്കെ തിരിച്ചയച്ചു. അവൻ്റെ കയ്യിലും ഈ ദ്രവ്യമൊന്നും കൊടുത്തയച്ചില്ല, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ലഭിച്ച ലാഭമൊന്നും അല്ലെങ്കിൽ ഫലമൊന്നും കൊടുത്തയച്ചില്ല. പിന്നീട് വേറൊരുത്തിനെ അയച്ചു. അങ്ങനെ പലരെ അയക്കുമ്പോഴൊക്കെ അവരെയൊക്കെ തല്ലുകയും കൊല്ലുകയൊക്കെ ചെയ്തു. അപ്പം ഈ യജമാനന് ഇതുവരെയും പിക്ചറിലേക്ക് വരുന്നില്ല. യജമാനൊരു മകനുണ്ടായിരുന്നു. ആ മകനെ അയക്കുമെന്ന് പറഞ്ഞു. ഇത് ക്രിസ്തു പറയുന്ന ഉപമയാണ്. ഇത് ഉപമയിലൂടെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം, എന്താണ് ഈ പറയുന്നതെന്നുള്ളത്. അതിനുശേഷം ഈ യജമാനൻ തൻ്റെ മകനെ അയക്കും. മകനെ ആയതുകൊണ്ട് അവർ ശങ്കിക്കും. മകനായതുകൊണ്ട് അവർ ഭയക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്ത് അവർ ഈ പറഞ്ഞ ഫലം കൊടുത്ത് അയക്കും എന്ന് വിചാരിച്ചു. പക്ഷേ എന്ത് ചെയ്തു? ആ കുടിയാന്മാർ പറഞ്ഞു, ഇവൻ അവകാശിയാണ്, നമുക്കിവനെ കൊല്ലാം, കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഇവൻ്റെ അവകാശം ഇവനൊരു മകനാണുള്ളത്, ഇവൻ്റെ അവകാശം നമുക്കായിത്തീരും എന്ന് പറയുകയാണ്. അങ്ങനെ ആ മകനെ തോട്ടത്തിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ തോട്ടത്തിൻ്റെ ഉടയവൻ എന്ത് ചെയ്യും? അവൻ വന്ന് ആ കുടിയാന്മാരെ നിഗ്രഹിച്ച് തോട്ടം മറ്റുള്ളവരെ ഏൽപ്പിക്കും. എന്നിട്ടൊരു കാര്യം പറയുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ 118, 23, 22, 23 പറഞ്ഞിരിക്കുന്ന കാര്യം ഇവിടെ യേശുക്രിസ്തു കോട്ട് ചെയ്യുകയാണ്. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഇത് നമ്മൾ നേരത്തെ വായിച്ച ഉപമ യേശുക്രിസ്തുവിനെ ഓർക്കാൻ ഇടയാക്കിയിട്ടുണ്ടോ? അപ്പോൾ യേശുക്രിസ്തുവിനെ ആണ് അവിടെ പറയുന്നത്. പല പ്രവാചകന്മാരെയും ഒക്കെ ദൈവം അയച്ചിട്ടുണ്ട്. അവരെയൊക്കെ തല്ലുകയും കൊല്ലുകയൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ക്രിസ്തുവിനെ അയച്ചിരിക്കുകയാണ്. ഈ ക്രിസ്തുവിനെ, തൻ്റെ മകനെ അവർ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി അവരെ കൊല്ലും എന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ സർവശക്തനായ ദൈവം വരികയും അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ദൈവം കൊടുക്കാനിരിക്കുന്ന ശിക്ഷയും സംബന്ധിച്ചാണ് ഇവിടെ ക്രിസ്തു ഓർമ്മിപ്പിക്കുന്നത്. വീട് പണിയുന്നവർ, അത് ഇസ്രായേലിയരാണ് അല്ലെങ്കിൽ യഹൂദരാണ്. അവർ തള്ളിക്കളഞ്ഞ കല്ല്, ആ കല്ലാണ് ക്രിസ്തു. ആ കല്ല് ഇപ്പോൾ മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഈ തിരുവെഴുത്ത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. ഈ ഉപമ തങ്ങളെക്കുറിച്ചാകുന്നു പറഞ്ഞതെന്ന് അവർ ഗ്രഹിച്ചിട്ട് അവനെ പിടിപ്പാൻ അന്വേഷിച്ചു. എന്നാൽ പുരുഷാരത്തെ ഭയപ്പെട്ട് ക്രിസ്തുവിനെ ഒന്നും ചെയ്തില്ല എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം നമ്മൾ ഇത് വായിക്കുമ്പം അതിനെക്കുറിച്ച് നമ്മളും മനസ്സിലാക്കേണ്ട കാര്യം, അത് അവർക്ക് മനസ്സിലായി, ഇത് ഞങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ കുടിയാന്മാരെന്ന് പറയുന്നത് അവരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി എന്നാണ്. വീണ്ടും ക്രിസ്തുവിനെ വാക്കിൽ കൊടുക്കാൻ വേണ്ടി പരീശന്മാരും ഹെരോദ്യരിൽ അവരെ അയച്ചവരുമൊക്കെ വന്നു. നീ മനുഷ്യരുടെ മുഖം നോക്കാതെ ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നവൻ, നീ സത്യവാനും ആരെയും ഗണ്യമാക്കാത്തവനും എന്ന് ഞങ്ങൾ അറിയുന്നു. കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമാണോ? അടുത്തൊരു കൊടുക്ക് ചോദ്യമാണ്. കൈസർക്ക് കരം കൊടുക്കുന്നത് ശരിയാണോ തെറ്റാണെന്നാണ് ചോദിക്കുന്നത്. ഒന്നീ ശരിയെന്ന് പറയണം, അല്ലെങ്കിൽ തെറ്റെന്ന് പറയണം. രണ്ട് പറഞ്ഞാലും പ്രശ്നമാണ്. ശരിയെന്ന് പറഞ്ഞാൽ അവൻ കൈസറുടെ ആളാണ് എന്ന് പറഞ്ഞിട്ട് അവനെ കുറ്റം പറയാം. കൊടുക്കരുതെന്ന് പറഞ്ഞാൽ അവൻ കൈസർക്കെതിരെ നിൽക്കുന്നു എന്ന് പറയാം. രണ്ടായാലും വിഷയമാണ്. അപ്പോൾ ക്രിസ്തു അവിടെ കാണിക്കുന്ന ബുദ്ധിപരമായൊരു കാര്യം, ഒരു വെള്ളിക്കാശ് കൊണ്ടുവരാൻ പറയുന്ന വെള്ളിക്കാശ് കാണിക്കുന്നു. ഇതിൻ്റെ സ്വരൂപവും മേലെഴുത്തും ആരുടേതെന്ന് ചോദിക്കണം. അത് കൈസറുടേതെന്ന് പറയുന്നു. എന്നാൽ ഒരു കാര്യം ചെയ്യുന്നത്, കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കുക, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കാൻ പറയും. അവിടെ ആ ഒരു ഉത്തരം അവിടെ അവർക്ക് വെള്ളിടി വെട്ടിയ പോലൊരു ഇതായിരുന്നു. അത്ര അത്ഭുതകരമായൊരു ഉത്തരമായിരുന്നു അവർക്ക്. പിന്നെ കാണുന്നത് പുനരുത്ഥാനം ഇല്ല എന്ന് പറയുന്ന സദൂക്യർ അടുത്ത് വന്ന് അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. അവിടെ ചോദിക്കുന്ന, ഒരുത്തൻ സഹോദരനില്ലാതെ മരിച്ചുപോയി, ഒരുത്തൻ സഹോദരൻ ഒരു ഭാര്യയെ പരിഗ്രഹിച്ചു, കുറച്ചാൾ കഴിഞ്ഞിട്ട് മരിച്ചുപോയി. മരിച്ചു പോകുമ്പം അവൻ്റെ സഹോദരൻ ആ മൂത്ത സഹോദരൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ച് കുടുംബം കൊണ്ടുപോകണം, മക്കളെ ജനിപ്പിക്കണമെന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഈ സഹോദരൻ്റെ ഈ മനുഷ്യൻ്റെ മനുഷ്യൻ വിവാഹം കഴിച്ച സ്ത്രീ ഇരിക്കെ അയാൾ മരിച്ചുപോയി. അപ്പോൾ രണ്ടാമത്തേനെ അവളെ പരിഗ്രഹിക്കണമല്ലോ. അപ്പോൾ രണ്ടാമത്തേനെ അവളെ പരിഗ്രഹിച്ചു. അങ്ങനെ അവർ സന്തതി ഇല്ലാതാണ് മരിച്ചത്. അപ്പോൾ മൂന്നാമത്തവൻ വിവാഹം കഴിച്ച് അവനും സന്തതി ഇല്ലാതെ മരിച്ചു. അങ്ങനെ 7 പേരും
അവർ വിവാഹം കഴിച്ചു, 7 പേരും മരിച്ചുപോയി. അവസാനം സ്ത്രീയും മരിച്ചു. പുനരുത്ഥാനത്തിൽ അവർ ആർക്ക് ഭാര്യയായിരിക്കുമെന്നാണ് ചോദ്യം. 7 പേർക്കും ഭാര്യയായിരുന്നല്ലോ. അപ്പോൾ പുനരുത്ഥാനത്തിൽ അവർ 7 പേർക്ക് ഭാര്യയായിരിക്കും, അതോ മൂത്തവൻ മാത്രം ഭാര്യയായിരിക്കും എന്നാണ് ചോദ്യം. അവിടെ ക്രിസ്തു അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് തിരുവെഴുത്തുകളും അറിയില്ല, ദൈവശക്തിയും അറിയില്ല. അത് എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ തെറ്റിപ്പോകുന്നത്. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, ഇനിയാണ് നാം ശ്രദ്ധിക്കേണ്ടത്, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. ഇത് വരാനിരിക്കുന്നൊരു കാര്യത്തെ സംബന്ധിച്ചാണ്. അപ്പോൾ ഇത് ഭൂമിയിൽ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുനരുത്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ അവസ്ഥയിലേക്ക് വരുമ്പോൾ എന്തായിരിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല. അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയാണ്. അവർ വിവാഹം കഴിക്കുന്നില്ല, മക്കളെ ജനിപ്പിക്കുന്നില്ല, ഒക്കെ ആയിരിക്കുന്ന പോലെ സ്വർഗത്തിൽ ദൂതന്മാർ എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുന്ന പോലെ നമ്മളും ഈ ഉയർത്തെഴുന്നേൽറ്റ് ദൈവരാജ്യത്തിലാകുമ്പോൾ നമ്മളും അവരെ പോലെ ആകുമെന്നാണ് പറയുന്നത്. സ്വർഗദൂത തുല്യരാകും, ദൈവദൂത തുല്യരാകുമെന്നാണ്. എന്നാൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെക്കുറിച്ച് മോശയുടെ പുസ്തകത്തിൽ മുളപ്പുഴ ഭാഗത്ത് ദൈവം എന്താണ് പറഞ്ഞതെന്നാണ് ചോദിക്കുന്നത്. ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവം എന്നല്ല ചെയ്ത പ്രകാരം വായിച്ചിട്ടില്ലയോ? എന്നിട്ട് ക്രിസ്തു പറയാണ് അവിടെ, ആ ദൈവം മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവം അത്രേ. നിങ്ങൾ വളരെ തെറ്റിപ്പോകുന്നു. ഇതെങ്ങനെയാണ് ശരിയാകുക? അബ്രഹാമിൻ്റെ ദൈവം, ഇസ്ഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം എന്ന് പറയുന്നത് ജീവനുള്ളവരുടെ ദൈവമാണ് ആയതുകൊണ്ടാണ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഇതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക? കാരണം അബ്രഹാം, ഇസ്ഹാക്കും യാക്കോവും മരിച്ചു പോയവരാണല്ലോ. അപ്പോൾ അബ്രഹാം, ഇസ്ഹാക്കും യാക്കോവും മരിച്ചു പോയിരിക്കെ അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവം എന്ന് പറയുമ്പോൾ നമ്മളിതിനകത്ത് ചുമ്മാ വായിച്ചു പോവുകയല്ല, അതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ പ്രത്യേകത നമ്മൾ അറിയുന്നല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് ഏതോ ഒരു ദിവസം വരുവാനിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് മുമ്പിൽ പകൽ പോലെ അല്ലെങ്കിൽ ഒരു ചിത്രം പോലെ ദൈവത്തിൻ്റെ മുന്നിലുണ്ട്. ഇനി വരാനിരിക്കുന്ന എത്രയോ നൂറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന കാര്യവും ദൈവത്തിൻ്റെ കൺമുൻപിലുണ്ട്. അവിടെ ദൈവരാജ്യം സ്ഥാപിതമായ ദൈവരാജ്യത്തെയും ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവരാജ്യത്തിൽ ജീവനോടെ നടക്കുന്ന അബ്രഹാമിനെ, ഇസ്ഹാക്കിനെയും യാക്കോബിനെയും ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ മാത്രമല്ല, പലരും, പല ദൈവദാസന്മാരും, ദൈവത്തിൻ്റെ പൈതൽമകളും ഒക്കെ ആ ദൈവരാജ്യത്തിൽ വസിക്കുന്നത് ദൈവം കാണുന്ന കണ്ണിൻ്റെ മുമ്പിലുള്ള കാഴ്ചയാണ്. ആ ദൈവത്തിന് എങ്ങനെയാണ് അബ്രഹാം, ഇസ്ഹാക്കും യാക്കോബും മരിച്ചവരാണെന്ന് പറയാൻ കഴിയുക? അവർ ജീവിച്ചിരിക്കുന്നവരാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ കണ്ണിൽ അവർ ജീവിച്ചിരിക്കുന്നവരാണ്. കാരണം ഇനി വരാനിരിക്കുന്ന ദൈവരാജ്യത്തിൽ അവരുണ്ട്. അത് ദൈവത്തിൻ്റെ കണ്ണിൻ്റെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ആണ് ഇവിടെ നമ്മൾ വായിക്കുകയും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്, ഈ ദൈവം അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായി ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ്, അല്ലാതെ മരിച്ചവരുടെ ദൈവമല്ല. അപ്പോൾ ആ ദൈവരാജ്യത്തിൽ ഇല്ലാത്തവരെ ദൈവത്തിന് അറിയാം, അവിടെ ഇല്ലാത്തവരാരൊക്കെയാണ്. അവരുടെ ദൈവമല്ല ഈ ദൈവം. അപ്പോൾ ഈ വായനാഭാഗത്ത് അത്രയും വലിയൊരു ആശയമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. വീണ്ടും തുടർന്ന് നമ്മൾ കാണുന്നത്, എല്ലാറ്റിലും മുഖ്യ കൽപ്പന ഏതെന്ന് ചോദിച്ച് ക്രിസ്തുവിനെ പരിശോധിക്കുകയാണ്. എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ? ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം എന്നാകുന്നു ഒന്നാമത്തെ കൽപ്പന. ഒന്നാമത്തെ കൽപ്പന ക്രിസ്തുവിനോട് ചോദിച്ചുള്ളൂ. ക്രിസ്തു ഇവിടെ ഒരു കാര്യം കൂടെ ചേർത്ത് പറയുകയാണ്, രണ്ടാമത്തേതോ? അപ്പോൾ ഒന്നാമത്തെ കൽപ്പന ദൈവത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ഒക്കെ ചെയ്യണമെന്നാണ്. എന്നാൽ രണ്ടാമത്തേതും കൂടി ഞാൻ നിന്നോട് പറഞ്ഞുതരാം. രണ്ടാമത്തേത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നാണ്. ഈ രണ്ട് കൽപ്പനയെ പറയാനുള്ളൂ. ഈ രണ്ട് കൽപ്പന പറഞ്ഞിട്ട് പറയാണ്, ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയുമില്ല. ഒരു 600 ചില്ലുവാനും കൽപ്പനകൾ പഴയ നിയമത്തിൽ ദൈവം മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ എല്ലാ കൽപ്പനകളും ഇതിനകത്ത് ഉൾപ്പെടുന്നു എന്നാണ് ക്രിസ്തു പറയുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരുവന് ദൈവത്തിന് വിരോധമായിട്ട് കാര്യം ചെയ്യാനൊക്കത്തില്ല. നിൻ്റെ സഹോദരനെ, മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരുവന് മനുഷ്യന് വിരോധമായി, മനുഷ്യന് ദോഷകരമായൊരു കാര്യം ചെയ്തില്ല. അത് നമ്മൾ ചിന്തിക്കണമെങ്കിൽ നമ്മുടെ മക്കളെ ഓർത്ത് നമ്മൾ ചിന്തിച്ചാൽ മതി. മക്കളോട് സ്നേഹമുള്ള നമ്മൾ മക്കൾക്ക് ദോഷമുണ്ടാകുന്നതോ മക്കൾക്ക് സങ്കടകരമാകുന്ന കാര്യങ്ങളൊന്നും മാതാപിതാക്കൾ ചെയ്യില്ല. അവരെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കാനേ നോക്കുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ അതെന്തുകൊണ്ടാണ്? അത് സ്നേഹമുള്ളത് കൊണ്ടാണ്. ആ സ്നേഹമുള്ളത് കൊണ്ട് ഇത് സംഭവിക്കുന്നത് പോലെ തന്നെ ഈ സ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് എന്താണ്? ആ സ്നേഹിക്കപ്പെടുന്ന ആളിന് ദോഷകരമായ യാതൊന്നും സ്നേഹിക്കുന്ന ആൾ ചെയ്യുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ദൈവത്തോടൊരു കുറ്റം ചെയ്യുവാനിടയാകത്തില്ല. ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ
സഹോദരനക്ക് ദോഷകരമായ ഒരു കാര്യം, സഹോദരന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, സഹോദരനെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം ചെയ്യില്ല. കാരണം സഹോദരനെ സ്നേഹിക്കുന്നത് കൊണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഈ 2 കൽപ്പനയിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്ന്. അപ്പോൾ 2 കൽപ്പനയാണുള്ളത്. എന്നിട്ട് പറയാണ് താഴെ, ഗുരു നീ പറഞ്ഞത് സത്യം തന്നെ, ഏകനേയുള്ളൂ, അവനെല്ലാവരും മറ്റൊരുത്തനുമില്ല. അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ കർത്തോടും സ്നേഹിക്കുന്നതും തന്നെ പോലെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നതും സർവാംഗ ഹോമങ്ങളിലും യാഗങ്ങളിലും സാരമേറിയ തന്നെയെന്ന് ഈ ചോദിച്ചവൻ പറയാണ്. അവൻ ബുദ്ധിയോട് ഉത്തരം പറഞ്ഞു എന്ന് യേശു കണ്ടിട്ട്, നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല എന്നൊരു കാര്യം കൂടി അവനോട് പറഞ്ഞാണ് ആ ചോദ്യകർത്താവിനെ അയക്കുന്നത്. പിന്നീട് ക്രിസ്തു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദാവീദിൻ്റെ പുത്രൻ എന്ന് പറയുന്നത് എങ്ങനെയെന്നൊരു ചോദ്യം. അത് ഞാനൊന്ന് വായിക്കാം. യേശു ദൈവാലയത്തിൽ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞതോടെ, ക്രിസ്തു ദാവീദിൻ്റെ പുത്രൻ എന്ന് ശാസ്ത്രിമാർ പറയുന്നത് എങ്ങനെ? എന്നിട്ട് സങ്കീർത്തനങ്ങൾ 110 സങ്കീർത്തനത്തിൽ പറയുന്നൊരു കാര്യം ഇവിടെ കോട്ട് ചെയ്യുന്നുണ്ട്. കർത്താവിൻ്റെ കർത്താവിനോട്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക എന്ന് അരുളി ചെയ്തു എന്ന് ദാവീദ് താൻ പരിശുദ്ധാത്മാവിൽ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. ദാവീദ് അവനെ കർത്താവെന്ന് പറയുന്നുവല്ലോ, പിന്നെ അവൻ്റെ പുത്രനാകുന്നത് എങ്ങനെ? അപ്പം ഇതൊക്കെയും കേട്ടിങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ് ജനം. അപ്പം കർത്താവ് എൻ്റെ കർത്താവിനോട്, അപ്പോൾ ദൈവം യേശുവിനോട്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം എൻ്റെ വലതുഭാഗത്തിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് പറയുകയാണ്, ദൈവം കർത്താവ് എൻ്റെ കർത്താവിനോട്, ദൈവം എൻ്റെ കർത്താവിനോട്, എൻ്റെ കർത്താവ് ആരാ? ദാവീദിൻ്റെയും കർത്താവാണ് യേശുക്രിസ്തു എങ്കിൽ ഇവിടെ ദാവീദിൻ്റെ പുത്രൻ എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഭർത്താവും ഒരു ഭാര്യയും പിന്നെ 7 സഹോദരന്മാരെയും കാര്യം പറഞ്ഞതുപോലെ, ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന യേശുക്രിസ്തു എന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിതാക്കന്മാരിൽ ഒരു പ്രധാനപ്പെട്ട പിതാവാണ് ദാവീദ്. ദാവീദിൻ്റെ സന്തതിയായി ജനിക്കുകയും എന്നാണ് നമ്മൾ ഗബ്രിയേൽ ദൂതൻ്റെ ഇതിൽ പറയുന്നത്. അപ്പം ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. ദാവീദിൻ്റെ ഗോത്രത്തിലാണ് പിറക്കുന്നത്. ദാവീദിൻ്റെ മകൻ്റെ ഒരു മകനായി ആണ് യേശുക്രിസ്തു ജനിക്കുന്നത്. അത് ഒരേ സമയം നമ്മൾ ആ ജീനിയോളജി പരിശോധിച്ചാൽ, ഞാൻ ആ ജീനിയോളജിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് പരിശോധിക്കാനേ പറഞ്ഞുള്ളൂ, അതിൻ്റെ ഒരു രഹസ്യത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല. 2 ജീനിയോളജി പരിശോധിച്ചാലും 2 പിതാക്കന്മാർ വഴി മറിയയിലും യോസഫിലും എത്തും. അപ്പോൾ മറിയയുടെ ഗോത്രവും ദാവീദിൻ്റെ അല്ലെങ്കിൽ യഹൂദ ഗോത്രമാണ്. ആ ദാവീദിൻ്റെ സന്തതി പരമ്പരയിൽ തന്നെ വരും. അതുപോലെ പിതാവായ യോസഫിൻ്റെ ഗോത്രവും കുലവും അല്ലെങ്കിൽ അത് നമ്മൾ നോക്കിയാൽ ദാവീദിൻ്റെ മകൻ്റെ ആയിട്ട് തന്നെ അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ 2 ജീനിയോളജിയിലും അവർ ദാവീദിൻ്റെ മക്കളാണ് യോസഫും മറിയയും. അപ്പോൾ അങ്ങനെ ആണ് ദൈവം അത് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അങ്ങനെ ആയിരിക്കുന്ന യേശുക്രിസ്തു ദാവീദിൻ്റെ സന്തതിയാണ്, ദാവീദിൻ്റെ പുത്രനാണ്. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ അവസ്ഥയിൽ എന്താണ്? ദൈവരാജ്യത്തിൽ സർവ്വ അധികാരവും ക്രിസ്തുവിനാണ് കൊടുത്തിരിക്കുന്നത്. ക്രിസ്തുവിലൂടെ അധികാരം കൊടുത്തിരിക്കുന്നു പറയുമ്പം ക്രിസ്തു ആ ദൈവരാജ്യത്തിൽ ഉയർത്തെഴുന്നേറ്റവരിൽ ആദ്യജാതനാണ്. ക്രിസ്തുവിന് എത്രയോ തലമുറയ്ക്ക് മുമ്പുണ്ടായി ജനിച്ച ആളാണ്, അല്ലെങ്കിൽ പിതാക്കന്മാരിൽ ഒരുവനാണ് ദാവീദ്. അതിനു മുമ്പ് യാക്കോബ്, അതിനു മുമ്പ് ഇസ്ഹാക്ക്, അതിനു മുമ്പ് അബ്രഹാം, അതിനു മുമ്പ് നോഹ, ഇവരൊക്കെ ഉണ്ടെങ്കിലും ആദ്യജാതനായിട്ട് ഉയർത്തെഴുന്നേറ്റത് യേശുക്രിസ്തുവാണ്. ആ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനാണ് സകല അധികാരവും കൊടുത്തിരിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ താക്കോൽ കൊടുത്തിരിക്കുന്നത്, അല്ലെ ദൈവരാജ്യത്തിൻ്റെ അതിൻ്റെ പ്രവാസനത്തിന് ആദ്യജാതനായി സകല അധികാരങ്ങളും കൊടുത്തിരിക്കുന്നത്. ഇനി ആരെങ്കിലും ഉയർത്തെഴുന്നേറ്റ് വരണമെങ്കിൽ അത് യേശുക്രിസ്തുവിന് ശേഷമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു അധികാര സ്ഥാനത്താണ് യേശുക്രിസ്തു ആയിരിക്കുന്നത്. ഇനി ദാവീദ് ഇനി ഉയർത്തെഴുന്നേറ്റ് വേണം ഈ ന്യായാസനത്തിന് മുമ്പ് വരികയും ഒക്കെ സംഭവിക്കേണ്ടത്. അപ്പോൾ ഇവരെല്ലാവരും ന്യായാസനത്തിന് മുമ്പിൽ വരണം. അപ്പോൾ അവിടെ ന്യായാധിപതിയായിരിക്കുന്നത് ദൈവമല്ല, ദൈവത്തിന് പകരം ന്യായാധിപതിയായിരിക്കുന്നത് യേശുക്രിസ്തുവാണ്. അപ്പം ഈ പറയുന്ന എല്ലാവർക്കും യേശുക്രിസ്തു കർത്താവാണ്, അധികാരമുള്ളവനാണ്, ന്യായാധിപതിയാണ്.
അപ്പോൾ ആ തരത്തിൽ ആണ് നമ്മളിവിടെ വായിക്കുന്നത്. കർത്താവ് എൻ്റെ കർത്താവിനോട് ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുമ്പോൾ എൻ്റെ വലതുഭാഗത്തിരിക്കുക എന്ന് പറയുമ്പം ഈ ദാവീദിനും ബോധ്യമുണ്ട്, ഈ വരാനിരിക്കുന്ന എൻ്റെ കൊച്ചുമക്കളായിരിക്കുന്നവൻ എൻ്റെ ന്യായകർത്താവാണ്, എനിക്ക് കർത്താവായിരിക്കേണ്ടവനാണ് എന്നുള്ള ബോധ്യത്തിലാണ് സങ്കീർത്തനം 110 ദാവീദ് അത് പരിശുദ്ധാത്മാവിലായി പറയുന്നതാണ്. അത് തൻ്റെ ഒരു ചുറ്റുമുള്ള ഒരു കാര്യത്തെ ഇന്നലെ കണ്ടതോ നാളെ ഞാൻ ചെയ്യാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചോ അറിയാനുള്ള ബോധ്യത്തിലല്ല, മറിച്ച് പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട ഒരു വചനഭാഗത്തിൽ നിന്നാണ് അത് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ സത്യമായ കാര്യമാണ്, ദാവീദിൻ്റെയും കർത്താവാണ്, അബ്രഹാമിൻ്റെയും കർത്താവാണ്, നോഹയുടെയും കർത്താവാണ് യേശു ക്രിസ്തു. അത് എങ്ങനെ ന്യായമാകുമെന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നാം. പക്ഷേ ഇത് ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ്. ദൈവം അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ദൈവം അങ്ങനെ വെച്ചാൽ പിന്നെ ആർക്കാണ് അതിനെ തടുക്കാനൊക്കെ? അതിൽ ഈ പറയുന്ന ആരെക്കാളും യോഗ്യനായതുകൊണ്ടാണ് ക്രിസ്തുവിനെ ആ സ്ഥാനത്താക്കിയത്. എങ്ങനെയൊക്കെ നോക്കിയാലും ദാവീദിനേക്കാളും അബ്രഹാമിനേക്കാളും ഇസ്ഹാക്കിനേക്കാളും ഒക്കെ ഏറ്റവും പ്രൈം യോഗ്യനാണ് യേശു ക്രിസ്തു. അപ്പോൾ അതുകൊണ്ടാണ് പാപമൊന്നും ചെയ്യാത്തവനാണ്. പാപം ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഫലമായ മരണം വരിക. എന്നാൽ പാപം ചെയ്യാതെ തന്നെ മരണം ആസ്വദിക്കേണ്ടി വന്ന അവന് ദൈവം കൊടുത്ത ഏറ്റവും വലിയൊരു പ്രതിഫലമാണ്. അപ്പം പാപത്തിൻ്റെ ശമ്പളം മരണമായിരിക്കെ അത് ചെയ്യാത്ത ഒരുവരും മരിക്കപ്പെടുകയും ഇത്രയും പീഡനങ്ങളൊക്കെ അനുഭവിക്കുകയും ദൈവം ന്യായമായി കാര്യങ്ങൾ ചെയ്യും, ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം നീതിയോടെ കാര്യങ്ങൾ വിധിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ദൈവത്തിന് ഇതിനെ ഇങ്ങനെ അലക്ഷ്യമായി ദൈവത്തിന് കളയാനൊക്കത്തില്ല. യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ യേശുക്രിസ്തു നഷ്ടപ്പെട്ട ജീവനെ സംബന്ധിച്ച് അവിടെ വലിയ അനീതി സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തർക്കമില്ലാത്തതാണ്. അപ്പം അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ കാര്യത്തിൽ വലിയൊരു അനീതി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ദൈവമല്ലേ അതിനുള്ള ഏറ്റവും വലിയ പ്രതിക്രിയ ചെയ്യേണ്ടത്. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? സകല നാമത്തിനും മേലായ നാമം കൊടുത്തു ക്രിസ്തുവിനെ അനുഗ്രഹിച്ചു. ഉയർത്തെഴുന്നേൽപ്പിൽ ആദ്യനായി യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇന്നും യേശുക്രിസ്തുവിൻ്റെ വലതുഭാഗം ജീവിച്ചിരിക്കുക. അതാണ് ഇവിടെ പറയുന്നത്, ഞാൻ നിൻ്റെ ശത്രുക്കളെ പാദപീഠമാക്കുമ്പോൾ എൻ്റെ വലതുഭാഗത്തിരിക്കുക. അതിനെയും വരാനിരിക്കുന്നൊരു കാലമാണ്. ശത്രുക്കളെല്ലാവരും നശിപ്പിക്കപ്പെടുന്നൊരു കാലമുണ്ട്. അത് ദീർഘമായി ഇപ്പോൾ 2000 വർഷമായിട്ട് സംഭവിച്ചു. ഇനി എത്ര 2000 വർഷം കഴിയുമെന്ന് നമുക്കറിയില്ല. അപ്പം അങ്ങനെ ആയിരിക്കുന്ന ആ ഒരു സംഭവം നടക്കുന്നവരെയും ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തുണ്ട് എന്നുള്ളതാണ്. അപ്പം അത്രയും കാര്യങ്ങൾ ഈ ഒരു ചെറിയ വാക്യത്തിനകത്തുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. പിന്നെയും പല കാര്യങ്ങളും യേശു ക്രിസ്തു ചെയ്യുന്നു. മുമ്പ് ഒരു ഉപമയുണ്ടായിരുന്നത് 100 ആടുകളെ ഉണ്ടായിരുന്നത് ഒരു ആടിനെ ഒക്കെയും ചെയ്തു. അപ്പോൾ അതുപോലെ ഇവിടെ അവിടെ തന്നെ 10 ബ്രഹ്മ ഉണ്ടായിരുന്നവൾക്ക് ഒരു ബ്രഹ്മ നഷ്ടപ്പെട്ടപ്പോൾ അവൾ ആ ബ്രഹ്മ തപ്പിയെടുത്ത് കൊണ്ടുവരുന്നതും, പിന്നെ 2 മക്കളിൽ ഒരുവൻ നഷ്ടപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ചും അപ്പോൾ മടങ്ങി വരുമ്പോൾ എല്ലാം മടങ്ങി വരും, അവർക്ക് എങ്ങനെ സന്തോഷമുണ്ടാകുന്നു, അതുപോലെ ദൈവത്തിനും ദൂതന്മാർക്ക് വലിയ സന്തോഷമുണ്ടെന്നൊക്കെ അവിടെ പറയുന്നത്. ഇവിടെ മറ്റൊരു കാര്യം പറയുന്നത്, ഒരു വിധവ വന്നു 2 കാശ് ഇട്ടു. അപ്പോൾ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ 2 കാശ് ഇടുന്നത്. അപ്പോൾ ധനവാന്മാർ വന്ന് ഇത് 2ഒന്നുമല്ല, ഒരുപാട് പണം ഇട്ടു. 2 അല്ല, എത്രയോ പണം കൊണ്ട് ഭണ്ഡാരത്തിലിട്ടു. ക്രിസ്തു അവിടെ കാണുന്നൊരു കാര്യം, ഈ സ്ത്രീ മറ്റെല്ലാവരേക്കാളും അധികം ഇട്ടിരിക്കുന്നു. 2 കാശിട്ടവർ, അത് 100 കാശിട്ടോ 1000 കാശിട്ടവരൊക്കെ അവിടെ ഉണ്ട്. ക്രിസ്തു പറയുകയാണ് ഈ സ്ത്രീ മറ്റെല്ലാവരേക്കാളും അധികം ഇട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്. അതിൻ്റെ കാരണം ക്രിസ്തുവോട് പറയുന്നത്, ബാക്കി എല്ലാവരും അവരുടെ സമൃദ്ധിയുടെ ഒരു പോർഷൻ മാത്രമാണ്, ഒരു ഭാഗം മാത്രമാണ് ഇട്ടത്. ഈ സ്ത്രീയാണെങ്കിൽ അവളുടെ ഉണ്ടായിരുന്ന ആകെ 2 കാശാണ് ഉണ്ടായിരുന്നത്, അത് മുഴുവനും അവൾ അതിന് ദൈവത്തിൻ്റെ ഭണ്ഡാരത്തിലേക്ക് ഇട്ടു. ഇനി അവൾക്ക് ആഹാരം കഴിക്കണമെങ്കിൽ ഇല്ല. അപ്പം ഏറ്റവും ബേസിക്കായിട്ടുള്ള ആഹാരം കഴിക്കാൻ പോലും പണം മാറ്റി വെക്കാതെ തൻ്റെ കയ്യിലിരുന്നത് മുഴുവൻ ഭണ്ഡാരത്തിലേക്ക് ഇട്ട് ഒന്നുമില്ലാത്തവളായി നിൽക്കുന്നൊരവസ്ഥയാണ് ഇന്ന് ഈ സ്ത്രീയുടെ അവസ്ഥ. അപ്പോൾ അവൾ ഉള്ളത് മുഴുവനും ഇട്ടിരിക്കുന്നു, അവൾ മറ്റെല്ലാവരേക്കാളും അധികം ഇട്ടിരിക്കുന്നു എന്ന് പറയുമ്പം അവർക്ക് മറ്റെല്ലാവരെക്കാളും കിട്ടുന്നതിനേക്കാൾ അധികം അവർക്ക് കിട്ടും എന്നൊരു ആശയം നമുക്ക് അതിനകത്ത് വായിച്ചെടുക്കാം. ആ സ്ത്രീക്ക് വലിയ അനുഗ്രഹം ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ടാകും. ആ സ്ത്രീയെ മാനിക്കപ്പെടും. ആ സ്ത്രീ ഇന്ന് മാനിക്കപ്പെട്ടില്ലേ? ഈ ഒരു വാക്യം കൊണ്ട് നമ്മൾ ആ സ്ത്രീ ചെയ്ത പ്രവൃത്തിയാൽ ഇന്നും എത്രയോ വർഷമായിട്ട് 2000 വർഷമായിട്ട് ആ സ്ത്രീ അറിയുന്നില്ലെങ്കിലും ആ സ്ത്രീ മാനിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഇത് നമ്മൾ കാണേണ്ട കാഴ്ചയാണ്. ദൈവത്തിനോട് ചേർന്നിരിക്കുന്നവരെ എങ്ങനെയൊക്കെയാണ് ഇനി ഇവർക്ക് ദൈവരാജ്യവും ലഭിക്കുമായിരിക്കും. അതിനാണ് സാധ്യത. അവരുടെ ഹൃദയമാണ് ഇത് മുഴുവൻ സമർപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പോയത്. മറ്റാരെങ്കിലും ആണെങ്കിൽ 1 കാശ് മാറ്റി വെച്ചിട്ട് 1 കാശിടും.
ഇവർക്ക് മുഴുവൻ ഇട്ടിട്ട് ആകുന്നത് പോലെ മതി, എനിക്ക് 3 നേരം കഴിക്കാൻ ഇല്ലായിരിക്കാം, സാരമില്ല, എനിക്ക് ദൈവമാണ് എനിക്ക് പ്രധാനം എന്ന് പറയുന്ന ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു മനസ്സും അതിൻ്റെ പ്രവൃത്തികളുമാണ് നമ്മളിവിടെ കാണുന്നത്. ദൈവം ഇങ്ങനെയുള്ള ആളുകളെ തള്ളിക്കളയുകയില്ല. യേശുക്രിസ്തുവിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യേശുക്രിസ്തുവിനെ ഏറ്റവും വലിയ നാമമായി ക്രിസ്തുവിനെ വെക്കുക വഴി ആ ക്രിസ്തുവിൻ്റെ ജീവിതത്തിന് ഇനി മറ്റൊരു പ്രതിഫലം കൊടുക്കാനില്ല എന്ന് പറഞ്ഞ പോലെ ഈ സ്ത്രീക്കും പ്രതിഫലം ലഭിക്കും. ആ സ്ത്രീ ലഭിക്കുന്ന പ്രതിഫലം അവർ കാണുകയും ചെയ്യും എന്നുള്ളതാണ് അത് നമ്മുടെ ജീവിതത്തിലേക്കും പകർത്തപ്പെടേണ്ട. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെയൊക്കെ നമുക്ക് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ പുറത്തേക്ക് വരാൻ കഴിയുമോ, അതെല്ലാം ഹൃദയത്തിൽ നിന്നുണ്ടാകുന്നതാണെന്നുള്ളത് ഓർപ്പിക്കട്ടെ. ഹൃദയത്തിൽ ഉള്ളതാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തോട്ട് വരുന്നത്. അപ്പോൾ ഹൃദയത്തിൽ നല്ല വിചാരങ്ങളും നല്ല ചിന്തകളും നന്മകളും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മളിൽ നിന്ന് നന്മയും കരുണയും ഒക്കെ തന്നെ പുറപ്പെട്ടു വരികയുള്ളൂ എന്നുള്ളത് നമുക്കിവിടെ ചേർത്ത് വായിക്കാം. നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വായനാഭാഗങ്ങൾ എത്ര കണ്ട് നമ്മുടെ ഉള്ളത്തിൽ സന്തോഷം തരുന്നുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ. ഇത് നമുക്ക് വലിയ സന്തോഷം തരുന്നതാണ്. ഈ ഓരോ കാര്യങ്ങൾ വായിച്ചു പോകുമ്പം ഇതൊരു കഥ വായിക്കുന്ന അനുഭവത്തിലല്ല, മറിച്ച് ഇത് നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്ന കാര്യങ്ങളാണ്. ഇത് നമുക്ക് വളരെ ആനന്ദദായകമാണ്. ദൈവത്തോട് ചേർന്നിരിക്കുന്ന അല്പനിമിഷങ്ങളാണ്. നേരത്തെ ഉള്ള റെക്കോർഡ് ചെയ്യപ്പെട്ട വായനാഭാഗങ്ങൾ കേൾക്കുമ്പോഴും തുടർന്ന് അതിലെ ചില കാര്യങ്ങളെ നമുക്ക് വിശദീകരിച്ച് കേൾക്കുമ്പോഴും ഒക്കെയും ദൈവത്തോട് ചേർന്നിരിക്കുന്ന ആ കുറച്ച് സമയം, 5, 10, 15, 20 അരമണിക്കൂറോ, ആ സമയം നമുക്ക് എത്ര കണ്ട് മറ്റെല്ലാ സമയത്തേക്കാളും പ്രാധാന്യമുള്ളതായി, മറ്റെല്ലാ സമയത്തേക്കാളും സന്തോഷമുള്ളതായി തരുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു അനുഭവത്തിലൂടെയാണ് ഈ ദൈവവചന വായന നടക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത്. അത്തരത്തിൽ നമ്മൾ കുറച്ചുകൂടി ഇൻവോൾവായി ഈ ഭാഗങ്ങൾ ശ്രദ്ധിച്ച് വായിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വായനാ ഭാഗങ്ങളെക്കുറിച്ചുള്ള ചെറു വിവരണം ഇവിടെ അവസാനിക്കുന്നു. നന്ദി.